أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മതം കൃത്യമായി പറയുന്നുണ്ട്. ഭൗതിക ജീവിതം നശ്വരവും പരലോകം ശാശ്വതവുമാണെന്ന് ഖുർആൻ. നശ്വരമായ ഇഹലോകത്തേക്കാൾ ഉത്തമം ശാശ്വതമായ പരലോകമാണ്. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാകുന്നു സൃഷ്ടികൾ ഉത്തമർ. അവർക്ക് അവരുടെ രക്ഷിതാവിങ്കലുള്ള പ്രതിഫലം താഴ്ഭാഗത്തു കൂടി അരുവികളൊഴുകുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. പരലോകത്തെക്കുറിച്ച് ഹദീസുകളിലും ധാരാളം കാണാം. മരണാനന്തര ജീവിതത്തിലേക്ക് തയ്യാറാകുന്നവനാണ് ബുദ്ധിമാൻ. മരണവും ശേഷമുള്ള ജീവിതവും വിശ്വസിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. മരണം ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തതാണ്. ഇങ്ങനെ നിരവധി ഹദീസുകൾ. യുക്തിപരമായി ചിന്തിച്ചാലും പരലോകത്തിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടും. മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു നിയമവ്യവസ്ഥയോ നിയമ സംവിധാനമോ ഈ ലോകത്തില്ലെന്ന് തീർച്ചയാണ്. എന്നാൽ മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണമെന്നത് ഏതൊരു മനുഷ്യനും വിളിച്ചു പറയുന്ന ഒന്നാണ്. ഈ ലോകത്ത് ശാന്തിയും സമാധാനവും സ്ഥാപിക്കാനും മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനും അഹോരാത്രം പരിശ്രമിക്കുകയും പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് ആ രംഗത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്ത ലോകം കണ്ട മഹാന്മാർക്ക് അവർ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ പൂർണ്ണ പ്രതിഫലം ഈ ലോകത്ത് വെച്ച് ലഭിച്ചുവോ? ഒരിക്കലുമില്ല. പ്രത്യേക സമൂഹത്തിൽ നിന്ന് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് കൂക്കുവിളിയും കല്ലേറും പരിഹാസവുമായിരുന്നില്ലേ? അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് തക്ക പ്രതിഫലം അവർക്ക് ലഭിക്കേണ്ടതില്ലേ? അതെ, ലക്ഷക്കണക്കായ മനുഷ്യരെ അകാരണമായി കൊന്നൊടുക്കിയ ലോകം കണ്ട കൊടും ഭീകരതയ്ക്ക് അവർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ പൂർണ്ണമായ ശിക്ഷ ഈ ലോകത്ത് വെച്ച് ലഭിച്ചുവോ? ഇല്ലെന്ന് തീർച്ചയാണ്. കാരണം ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾക്കോ നീതിപീഠ മനുഷ്യകർമ്മങ്ങൾക്ക് പൂർണ്ണമായ രക്ഷയോ ശിക്ഷയോ നൽകാൻ സാധ്യമല്ല. അതിനാൽ മനുഷ്യൻ്റെ നീതിബോധം പൂർണ്ണാർത്ഥത്തിൽ നീതി സാധ്യമാവുന്ന ലോകം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ചെറിയ ചിന്ത കൊണ്ടുതന്നെ പരലോകത്തിന് യുക്തമായ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനെ വിലയിരുത്തുമ്പോൾ അവന് രണ്ട് പ്രധാന കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന്, കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്താനുള്ള കഴിവ്. ഉദാഹരണം, മേശ കണ്ടാൽ അത് നിർമ്മിച്ച ഒരു ആശാരി ഉണ്ടെന്ന് മനസ്സിലാക്കാം. നയനമനോഹരമായ ശില്പഭംഗി ആസ്വദിക്കുമ്പോൾ അതിന് പിന്നിലെ ശില്പിയെ കണ്ടെത്താം. പരകോടി സൃഷ്ടികളെ കാണുമ്പോൾ അവയുടെ സൃഷ്ടാവിൻ്റെ ഉണ്മ ഗ്രഹിക്കാം. വളരെ ലളിതമായ യുക്തിയാണിത്. ലക്ഷണങ്ങളിൽ നിന്ന് ഫലം കണ്ടെത്താനുള്ളതാണ് രണ്ടാമത്തെ കഴിവ്. ഉദാഹരണം, ആകാശത്ത് കാർമേഘം കറുത്തിരുണ്ട് കണ്ടാൽ ഭൂമിയിൽ മഴ വർഷിക്കാനുള്ള സാധ്യത നാം മനസ്സിലാക്കുന്നു. ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിന് ശേഷം മറ്റൊരു ജീവിതം അനിവാര്യമാണെന്ന് ബോധ്യപ്പെടും. മനുഷ്യ ജീവിതത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. ഒന്ന്, മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള ഘട്ടം. അതിനേക്കാൾ ദൈർഘ്യമേറിയ കർമ്മലോകത്തെ ജീവിതഘട്ടം. ശാശ്വതമായ കർമ്മഫലം അനുഭവിക്കുന്ന പരലോകഘട്ടം. ഇങ്ങനെ 3 ഘട്ടങ്ങൾ. ഇതിൽ 1-ാം ഘട്ടമായ ഗർഭകാലം പരിശോധിച്ചാൽ 2-ാം ഘട്ടത്തിലേക്കുള്ള തെളിവുകൾ കാണാം. സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ മറ്റൊരു ഘട്ടം ഉണ്ടായേ പറ്റൂ. ഉദാഹരണമായി, കണ്ണുകൾ സൃഷ്ടിക്കപ്പെട്ടത് കാണുന്നതിനാണ്. മാതാവിൻ്റെ വയറ്റിൽ വെച്ച് കുഞ്ഞിന് കാണാൻ കഴിയില്ല. അത് സാധ്യമാവാൻ വയറിന് പുറത്തുള്ള ലോകത്തേക്ക് വരണം. കാലുകൾ, കൈകൾ തുടങ്ങിയ ഓരോ അവയവത്തെക്കുറിച്ചും ചിന്തിച്ചാൽ അവയുടെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടാൻ വയറിന് പുറത്ത് വരണമെന്ന് ബോധ്യമാകും. ജനനത്തോടെ മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ലോകത്ത് എത്തിച്ചേരുകയാണ്. ജനനത്തോടെ കർമ്മലോകത്ത് എത്തുന്ന മനുഷ്യന് 2 രൂപത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്യാൻ സാധിക്കുക: നല്ലതും ചീത്തയും. സൽക്കർമ്മിക്ക് രക്ഷയും ദുഷ്കർമ്മിക്ക് ശിക്ഷയും നിരപരാധിക്ക് നീതിയുമാണ് ലഭിക്കേണ്ടത് എന്നത് മനുഷ്യൻ്റെ നീതിബോധത്തിൻ്റെ സ്വാഭാവിക തേട്ടമാണ്. അതിനായി മനുഷ്യൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ജുഡീഷ്യറിയും മറ്റു നീതിന്യായ സംവിധാനങ്ങളും അതിൻ്റെ ഭാഗമാണ്. പക്ഷേ അതൊന്നും ലക്ഷ്യം പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കാൻ പര്യാപ്തമല്ല എന്നത് അവിതർക്കിതം. ഒരു ഉദാഹരണം പറയാം. അർദ്ധരാത്രി ഒരു വീടിന് തീപിടിക്കുന്നു. ഉറക്കിലായ വീട്ടുകാർ അതിൽ പെട്ടുപോകുന്നു. ഇത് കണ്ട് ഒരാൾ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പൊള്ളലേറ്റ് മരണപ്പെടുന്നു. അതേസമയം മറ്റൊരു വീട്ടിൽ മോഷണത്തിനായി കള്ളൻ കയറുന്നു.
ഉണർന്ന ഗൃഹനാഥനെ അയാൾ അടിച്ചു കൊന്നു. ബഹളം കണ്ടു ഉണർന്ന വീട്ടിലെ മറ്റംഗങ്ങളെയും ക്രൂരമായി വധിച്ചു. ഭാര്യയെ ബലാത്സംഗം ചെയ്ത ശേഷം അവളെയും കൊന്നു. പിന്നീട് എടുക്കാവുന്നത്ര സമ്പത്തും മോഷ്ടിച്ച് ഓടി രക്ഷപ്പെടുമ്പോൾ ഒരു കിണറ്റിൽ വീണ് അവന് മരണപ്പെടുന്നു. ഇവിടെ ഒന്നാമൻ ചെയ്തത് ഭൗതികമായി ചിന്തിച്ചാൽ ഒരു പാഴ്വേലയാണെങ്കിലും ധാർമ്മിക വീക്ഷണത്തിൽ ഒരു സൽക്രമമാണ്. സൽക്രമത്തിന് പ്രതിഫലം ലഭിക്കണം. ഈ ലോകത്ത് വെച്ച് അവന് പ്രതിഫലം നൽകാൻ ഏത് സംവിധാനത്തിനാണ് സാധിക്കുക? പരമാവധി ചെയ്യാൻ കഴിയുക അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതി നൽകുക എന്നതാണ്. മരണപ്പെട്ട വ്യക്തിക്ക് ബഹുമതി നൽകിയിട്ട് എന്ത് കാര്യം? ക്രൂരതകളുടെ പരമ്പര ചെയ്ത് മരണപ്പെട്ട രണ്ടാമന് അർഹമായ ശിക്ഷ ലഭിക്കാൻ കഴിയുന്ന സംവിധാനം ഈ ലോകത്തുണ്ടോ? അദ്ദേഹത്തിന് ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട നിരപരാധികളായ വീട്ടുകാർക്ക് നീതി ലഭിക്കണം. ഈ ലോകത്ത് അതെങ്ങനെ സാധ്യമാകും? സൽക്രമിക്ക് പ്രതിഫലം നൽകുക, അപരാധിയെ ശിക്ഷിക്കുക, നിരപരാധിക്ക് നീതിയേകുക എന്നത് സാധ്യമാകാൻ മറ്റൊരു ലോകം വേണം. അത് സാധിക്കുന്ന ഇടമാണ് പരലോകം. ഇവിടെ കിണറ്റിൽ നിന്ന് കള്ളൻ്റെ മൃതദേഹം പുറത്തെടുത്താൽ അതിനെ ശിക്ഷിക്കില്ല. കാരണം കള്ളൻ ചത്തുപോയി, അഥവാ അവൻ്റെ സത്ത് പോയി. മനുഷ്യൻ്റെ സത്തിനെ, ആത്മാവിനെ ശിക്ഷിക്കാനും രക്ഷിക്കാനും കഴിയുന്ന ഒരു ലോകം വേണമെന്ന് മനുഷ്യയുക്തി തേടുന്നുണ്ട്. അതാണ് പരലോകം. ഭൗതിക ലോകത്ത് സാധ്യമായ ശിക്ഷ തന്നെ നീതിപൂർവമാവില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഉദാഹരണം പറഞ്ഞാൽ 1941-45 കാലഘട്ടങ്ങളിൽ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ നാസികൾ കൊന്നുതള്ളിയത് 6 മില്യൺ മനുഷ്യരെയാണ്. നിരപരാധിയായ ഒരു വ്യക്തിയെ വധിച്ച കൊലയാളിയെയും ഹിറ്റ്ലറെയും ഭൗതിക കോടതിക്ക് മുന്നിലെത്തിച്ചാൽ 2 പേർക്കും പരമാവധി നൽകാനാവുന്നത് വധശിക്ഷയാണ്. ഇതെങ്ങനെ നീതിയാവും? മരണത്തിൻ്റെ കൈപ്പേറിയ വേദന ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് തവണ അനുഭവിക്കേണ്ടതില്ലേ? എന്നാൽ ഒന്നിലധികം തവണ മരണവേദന അനുഭവിക്കാൻ വകുപ്പില്ലാത്ത ഈ ലോകത്ത് സമ്പൂർണ്ണ നീതി സാധ്യമാവണമെന്ന് സുവ്യക്തമല്ലേ? അപ്പോൾ തിന്മയുടെ തോതനുസരിച്ച് ശിക്ഷയുടെ തോത് കൂടിയും കുറഞ്ഞുമിരിക്കണം. നന്മയുടെ തോതനുസരിച്ച് പ്രതിഫലത്തിൻ്റെ തോതും വ്യത്യസ്തപ്പെട്ടിരിക്കണം. അതെല്ലാം സാധ്യമാവുന്ന മറ്റൊരു ലോകം അനിവാര്യമാണെന്ന് യുക്തി വിളിച്ചു പറയും. ഭൗതിക ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ അസംഖ്യമാണ്. പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് ഉൾക്കൊള്ളുന്ന വിശ്വാസികളും സൃഷ്ടാവിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്ന നിരീശ്വരവാദികളുമുണ്ട്. വിശ്വാസികൾക്കിടയിൽ തന്നെ നിരവധി ഭിന്നതകളുണ്ട്. കൂടാതെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കിടയിൽ അവസാനിക്കാത്ത അഭിപ്രായ ഭിന്നതകൾ കാണാം. ഇവക്കെല്ലാം ആത്യന്തികമായ പരിഹാരം ഈ ലോകത്ത് സാധ്യമല്ല എന്നത് സുനിശ്ചിതമാണ്. എന്നാൽ അഭിപ്രായ ഭിന്നതകൾ നീങ്ങി ഐക്യം നിലവിൽ വരണമെന്ന് എല്ലാ മനുഷ്യരും ഒരുപോലെ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ എല്ലാവരെയും സത്യം ബോധ്യപ്പെടുത്തുന്ന ഒരു ലോകം വേണമെന്നതാണ് യുക്തി പറയുന്നത്. ഒരേ വീട്ടിലെ 25-27 വയസ്സുള്ള 2 പേർ, ഒരാൾ അന്യ സ്ത്രീകളെ ഉപദ്രവിക്കാതെ തൻ്റെ വൈകാരിക ചിന്തകളെല്ലാം അടക്കിപ്പിടിച്ച് ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അവസാനം മരണപ്പെട്ടു. രണ്ടാമൻ തൻ്റെ വൈകാരിക ചിന്തകളും താൽപ്പര്യങ്ങളും കയറൂരി വിട്ട് കണ്ണിൽ കണ്ട സ്ത്രീകളെല്ലാം ഉപദ്രവിച്ചു. ലൈംഗികദാഹം തീർക്കാനായി അവരെ ബലാത്കാരത്തിന് വിധേയരാക്കി. സാധ്യമായ രൂപത്തിലെല്ലാം മറ്റുള്ളവരെ ദ്രോഹിച്ചു. അന്യൻ്റെ സമ്പത്ത് കവർന്നു. ഒരു പക്കാ ക്രിമിനലായി ജീവിതം ആർമാദിച്ചു തീർത്തു. ഇയാളെപ്പോലെ ജീവിതം ആർമാദിച്ചു തുലക്കാൻ ഒന്നാമനും അവസരമുണ്ടായിരുന്നു. നന്മ തിന്മയനുസരിച്ച് ശിക്ഷ രക്ഷ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം ധാർമ്മിക മൂല്യങ്ങൾ സൂക്ഷിച്ച് കളങ്കരഹിത ജീവിതം നയിച്ച ഒന്നാമൻ ഒരുപാട് വിഡ്ഢിയാണ്. രണ്ടാമൻ തികച്ച ബുദ്ധിമാൻ. മരണത്തോടെ എല്ലാം അവസാനിക്കുമെന്നവൻ അവസാനിക്കുന്നുവെന്നാൽ സൽക്രമിയും ദുഷ്കർമ്മിയും ഇഹലോക ജീവിത ശേഷം തുല്യരാകും. എങ്കിൽ പിന്നെ എന്തിന് ധാർമ്മികത പുലർത്തണമെന്ന് ജനങ്ങൾ ചിന്തിച്ചേക്കാം. പരമാവധി കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവൻ്റെ യുക്തി അവനെ പ്രേരിപ്പിക്കും. മറ്റുള്ളവരുടെ ധനം എത്ര അപഹരിക്കുന്നുവോ, എത്ര പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നുവോ അത്രയും ലാഭമെന്ന് അവൻ ചിന്തിക്കും. ലൈഫ് ഫോർ എൻജോയ്മെൻറ്റ് എന്ന തത്വത്തിലേക്ക് സമൂഹം എത്തിച്ചേരും. അവനവൻ്റെ ആസ്വാദനം മാത്രം ലക്ഷ്യമാവുമ്പോൾ സഹജീവികളോടുള്ള കരുണ, സഹവർത്തിത്വം, മനുഷ്യത്വം, കുലീനത, ധാർമ്മികത തുടങ്ങിയ മൂല്യങ്ങൾക്ക് വിലയുണ്ടാവില്ല. മറ്റുള്ളവർ വേദനിച്ചാലും സ്വന്തം നേട്ടം കൊയ്യുക എന്ന സ്വാർത്ഥതയിലേക്ക് അവൻ ചുരുങ്ങും. കൊള്ളാ, കൊലപാതകം, ലൈംഗിക അതിക്രമം
എന്നിവ ജീവിത ലക്ഷ്യമായി മാറും. തീരുമാനിച്ചതിലും കുറവ് അതിക്രമങ്ങൾക്ക് മാത്രം ഒരു ദിവസം സാധ്യമായാൽ ഇത്തരക്കാർ അത് വലിയ നിരാശയായിരിക്കും നൽകുക. ഇഹലോകം നശ്വരമാണെന്നും പരലോകമാണ് ശാശ്വതമെന്നും ഉൾക്കൊള്ളുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളെ നേരിടാൻ അവന് സാധിക്കും. ഇവിടുന്ന് അനുഭവിക്കുന്ന വേദനകളെല്ലാം പരലോകത്തെ മധുര അനുഭവമായി കാത്തിരിക്കുമെന്നുവെന്ന് അവനെ കൂടുതൽ ശക്തനാക്കും. ഇടവെച്ച് കാലിലൊരു മുള്ളു തറച്ചാൽ പോലും പരലോകത്ത് ഉയർന്ന പ്രതിഫലം ലഭിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആടാതെ ഉലയാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. എന്നാൽ ഭൗതിക ജീവിതമാണ് ആത്യന്തികമെന്നും ഇവിടുത്തെ ജയപരാജയങ്ങൾ അന്തിമമാണെന്നും വിശ്വസിക്കുന്നവർക്ക് അത് സാധിക്കില്ല. ഇവിടെ അനുഭവിക്കുന്ന നഷ്ടങ്ങളും നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങളും അവനെ ദുർബലമാക്കിക്കൊണ്ടേയിരിക്കും. വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നേരിടുന്ന ഓരോ പ്രതിസന്ധിയും അവനെ നിരാശയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിടും. അത്തരക്കാർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി മരണം വരിക്കാനുള്ള വ്യഗ്രത കാണിക്കും. മതവിശ്വാസം വെച്ചു പുലർത്തുന്ന രാഷ്ട്രങ്ങളിൽ അല്ലാത്ത രാജ്യങ്ങളെക്കാൾ ആത്മഹത്യാ നിരക്ക് കുറവാണെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം. Washington, D.C. Gallup polls from 2005 and 2006 show that countries that are more regions tend to have lower suicide rates.